ഏറുമാടത്തിൽ രാത്രി കിടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 2-2:30 ആയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് ചാടി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മുഖം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു പുലിന്റെ രൂപത്തിലാണ് കണ്ടത്. ഞാൻ ചവിട്ടി താഴെ ഇട്ടതുകൊണ്ട് ഞാൻ അന്ന് രക്ഷപ്പെട്ടു. ഇന്നലെ വന്ന് ക്യാമറയിൽ ഉണ്ട്, ക്യാമറ ഇന്നലെ സ്ഥാപിച്ചിട്ട് പോയി രാവിലെ. അപ്പോൾ ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ അവിടെ തിന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ക്യാമറയിൽ കിട്ടിയില്ല. വലിയൊരു പുള്ളിപ്പുലിയാണ്, വലുതാ. അവന് കിട്ടിയ ചങ്ങല, ഈ ചങ്ങലടക്കാണ് പൊട്ടിച്ചിട്ട് കൊണ്ടുപോയത്. ഇന്നലെ കിട്ടിയ ഇന്നലെയാണ് അവൻ്റെ ബോഡിൻ്റെ കഴുത്തിൽ കിട്ടില്ലായിരുന്നു. ഇതടക്കാണ് അവനെ കൊണ്ടുപോയത്. നമ്മൾ സ്വന്തം മക്കളെ മാതിരി വളർത്തിക്കൊണ്ടിരിക്കുന്ന ലാഭമായിരുന്നു. പിന്നെ ഏറുമാടത്തിൻ്റെ ആന വന്നിട്ട് ആന തുമ്പിക്ക് വേണ്ടി തട്ടുമ്പോൾ ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം ഇവിടുന്ന് തന്നെ. അന്ന് റെയിൽ ഫെൻസിങ് ഒന്നും ഇല്ലായിരുന്നു. വാതിൽ തുറന്ന് ടോർച്ച് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് സാധനത്തെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് കണ്ടു. പക്ഷെ എന്താ കൊണ്ടുപോകുന്നത് വ്യക്തമായി വലിച്ചു കൊണ്ടുവന്ന് വരുന്നത്. പക്ഷെ എന്താണെന്നുള്ളത് കൊണ്ടുപോകുന്നത് വ്യക്തമായി കണ്ടില്ല. പുലിയാണോ കടുവയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടുള്ള കട്ടയാട് എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയ്ക്ക് ഇവിടെ ഒരു വീട്ടിൽ നിന്ന് 2 വളർത്തുനായകളെ പുലി പിടിച്ചിരിക്കുകയാണ്. അത് പുലിയാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചു എന്നുള്ളതൊക്കെയാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. ബത്തേരി ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് ദൂരം. ഏതായാലും വന്യമൃഗപ്രശ്നം നല്ല രീതിയിലുള്ളൊരു പ്രദേശമാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ നോക്കി കാണാം കേട്ടോ. നമ്മൾ ഇപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചക്കിടയ്ക്ക് 2 വളർത്തുനായയാണ് ഇവിടുന്ന് പുലി പിടിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ആ വീട്ടിലുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. കാപ്പിത്തോട്ടമാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ ഫോറസ്റ്റൊക്കെ കാണാം. അങ്ങനത്തെ ഒരു പ്രദേശമാണ്. ആ കാണുന്ന ഫോറസ്റ്റാണ്. സ്വാഭാവികമായിട്ട് ഫോറസ്റ്റ് അടുത്തുണ്ട്. ചേട്ടാ പേരെങ്ങനെയാണ്? എൻ്റെ പേര് രാജൻ. ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടായത്? സംഭവം മെനഞ്ഞാന്ന് രാത്രി ഒരു 1:45 പട്ടിയെ കൊണ്ടുപോയി കൂടിൽ നിന്ന് പൊളിച്ചിട്ടാണ് കൊണ്ടുപോയത്. കൂട് പൊളിച്ചല്ലേ? കൂട് പൊളിച്ചിട്ട് കൊണ്ടുപോയി. ഇതിന് മുന്നേ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതിന് മുന്നേ ഒരു ആഴ്ച മുന്നേ ഒരെണ്ണത്തിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മുന്നേ കൊണ്ടുപോയിരുന്നു. അതെന്താണെന്നുള്ളത് സ്ഥിരീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ലായിരുന്നു. അന്ന് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുമെന്ന് മനസ്സിലായില്ല? അത് ഞങ്ങൾക്ക് ഏതാണെന്നുള്ളത് മനസ്സിലായില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല സാധനം. ഒരു 1:45 ചെറിയൊരു കരച്ചിൽ കേട്ടു. ആ കരച്ചിൽ കേട്ടിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ലൈറ്റ് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് സാധനം പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടം കണ്ടായിരുന്നോ? അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും അന്നും കണ്ടില്ലായിരുന്നു. അത് ഉടനെ തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഫോറസ്റ്റ് ഓഫീസിൽ പറയുകയും RRT സംഘങ്ങൾ വന്ന് അന്വേഷിച്ച് ഇതിൽ കംപ്ലീറ്റ് പരതിയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ കാൽപ്പാടുകൾ മാത്രമേ കണ്ടുള്ളായിരുന്നു ഇവിടുന്ന്. അപ്പോൾ അവർ സ്ഥിരീകരിച്ച് പുള്ളിപ്പുലിയാകാനും സാധ്യതയെന്ന് പറഞ്ഞു. പക്ഷെ ഉറപ്പിക്കാൻ പറ്റി. കഴിഞ്ഞ അതോ ഒരാഴ്ച മുന്നേ? ഒരാഴ്ച മുന്നേ ആയിരുന്നു. 8 ദിവസം ആയിപ്പോൾ ഏകദേശം. കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് രാത്രിയാണ് ഇന്നത്. അത് കഴിഞ്ഞ രാത്രി അത് ഫോറസ്റ്റുകാർ വന്നു ഇന്നലെ. അപ്പോൾ ഞങ്ങൾ രാവിലെ നോക്കുമ്പോൾ രാത്രി ഇതേ ഒരു 2 മണിയായി കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം വന്നത്. കൂടിൻ്റെ അവിടുന്ന് പിടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സൗണ്ട് കേട്ട് പട്ടിയുടെ. അങ്ങനെ ഇവിടെ ലൈറ്റിട്ടതിന് ശേഷം വാതിൽ തുറന്ന് ടോർച്ച് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് സാധനത്തെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് കണ്ടു. പക്ഷെ എന്താ കൊണ്ടുപോകുന്നത് വ്യക്തമായി വലിച്ചു കൊണ്ടുവന്ന് വരുന്നത്. പക്ഷെ എന്താണെന്നുള്ളത് കൊണ്ടുപോകുന്നത് വ്യക്തമായി കണ്ടില്ല. പുലിയാണോ കടുവയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നീട് രാവിലെയാണ് ഒരു 6 മണിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കാൻ നേരത്താണ് 6 മണിയായപ്പോഴാണ് ഞങ്ങൾ ചെന്ന് തോട്ടങ്ങൾ കംപ്ലീറ്റ് പരുതി കഴിഞ്ഞപ്പം ആദ്യം കൊണ്ടുപോയ പട്ടിയുടെ ഒരു വേസ്റ്റ് അവിടെ കണ്ടിരുന്നു. തലയൊട്ടിയും മറ്റു കുറേ ഭാഗങ്ങൾ ചെയ്ഞ്ഞ് കഴിഞ്ഞ രീതിയിൽ തിന്നു കഴിഞ്ഞതിന് ശേഷം തൊലി മാത്രമേ ഉണ്ടായിരുന്നു. ചെല്ലിൻ്റെ കഷ്ണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ ഈ പുതിയൊരു ഇന്നലെ കൊണ്ടുപോയ പട്ടീൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ചുറ്റും ഇങ്ങനെ വരുന്നത്. തൊട്ടപ്പുറത്ത് ചേട്ടൻ്റെ തോട്ടമുണ്ട്, കൃഷ്ണൻകുട്ടിന്നായിരുന്നു. അയാളുടെ തോട്ടത്തിൽ കൊണ്ടിട്ടിട്ട് തിന്നിട്ട് പകുതി ഭാഗം തിന്നിട്ട് പകുതി വേസ്റ്റ് അവിടെ തന്നെ കിടക്കുന്നു. ഇതിനെ ഫോറസ്റ്റുകാരെ വിളിച്ച് RRT സംഘം വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അവർ വന്നു. അതിനുവേണ്ട നടപടികളെടുത്തു. പിന്നെ എല്ലാ പരിശോധനയും കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുപ്പാടി ഫോറസ്റ്റ് ഓഫീസിലെ ഓഫീസർമാർ ഒരു 5-8 പേര് വന്ന് പെട്ടെന്ന് തന്നെ അവർ വന്നു. ഉടനെ തന്നെ ഇത് പരിശോധനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ മിക്കവാറും പുലിയാകാനാണ് സാധ്യതയെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്നുവെച്ചാൽ നമുക്കൊരു ക്യാമറ വെക്കാം. ക്യാമറ വെച്ചതിന് ശേഷം നമുക്ക് നിരീക്ഷണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ അവർ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതിനിടയിലാണെങ്കിൽ പിന്നെ ഒരെണ്ണത്തിൽ ആ ബാക്കിൽ നിന്ന് അവിടെ നിന്ന് പിടിച്ചു പോയത്. ചങ്ങല കെട്ടിയിരുന്നോ? അത് ചങ്ങലടക്കം കൊണ്ടുപോയി. എന്നിട്ട് ഇന്നലെ ഇതിലെ താഴേക്ക് കൊണ്ടേ അതിലങ്ങനെ പോയിട്ട് നല്ല കയറാം, അപ്പുറത്തേക്ക് കൂടെ കയറാം. പ്രദേശത്തേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കും. അതെ, ഇത് എല്ലാ ഇതിലുണ്ട് കേട്ടോ.
അതിരുന്നോട്ടെ ഇത് വേണം. ഇവിടെ ഭയങ്കര ശല്യമാണ്. ഇവിടെ തൊട്ടടുത്ത് ഫോറസ്റ്റ് ഉണ്ട് അല്ലേ? ആ ഫോറസ്റ്റ് ഉണ്ട്. ഒരുപാട് ശല്യമാണ് ഇവിടെ. ഒരു സാധനം കൃഷി ചെയ്യാൻ വരെ പറ്റുന്നില്ല. പുല്ലുമാനും മലമാനും കൊണ്ടൊക്കെ. ഇപ്പോൾ വേറെ എന്തെങ്കിലും വന്യജീവികൾ ഏതൊക്കെ വരുന്നത്? വന്യജീവികളെന്ന് പറഞ്ഞാൽ കരടി വരുന്നുണ്ട്, പിന്നെ പുള്ളിപ്പുലി വരുന്നുണ്ട്, കരടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ കടുവയൊക്കെ ഇതിലിങ്ങനെ കയറി പോകുന്നുണ്ട്. കടുവയൊക്കെ വരുന്നുണ്ട്. ആ കടുവയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഈ വഴി കൂടെ പോകുന്ന നമുക്ക് ചവിട്ടൊക്കെ. നമ്മൾ പകലും പ്രതീക്ഷിക്കണം അല്ലേ? ആ പകലും പ്രതീക്ഷിക്കാം അവിടെ. അങ്ങനത്തെ ഒരു ഏരിയ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞതിന്റെ കാരണം ഒന്നാമത് ഈ ഫെൻസിങ്. പുല്ലിങ്ങനെ കിടക്കുന്ന സ്ഥലമായിരുന്നല്ലേ? കിടന്ന് അറിയോ? ഇത് കൃഷി ചെയ്യാത്ത എന്താ വെച്ചാല് മൃഗശല്യമാണ്. അത് ആ വീടിന്റെ ഒക്കെ പുറകിലെ ഒറ്റ ഫോറസ്റ്റാ? ആ അതൊക്കെ ബാക്കൊക്കെ ഫോറസ്റ്റാ. ഒന്നും കൃഷി ചെയ്യലില്ല. ഇതൊക്കെ അങ്ങനെ കിടക്കുന്നത്. ഇതൊക്കെ ഈ കിടക്കും അല്ലേ? നെൽകൃഷി ചെയ്തോണ്ടിരുന്നതാ. രണ്ട് കൃഷി ചെയ്തോണ്ടിരുന്ന വയലുകളാണ്. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഈ മഴ ബത്തേരി ടൗണിൽ കൂടെ വരുന്ന വെള്ളം കംപ്ലീറ്റ് ഇതിലേ വരുന്നത്. വലിയൊരു അതായി ചെളി. അതാണ് ചെളി. ഇതിലിപ്പോ ഈ അടുത്ത് പറ്റിയിട്ടല്ലേ ഫുള്ള് ഇതിലേ വരിക. മഴ പെയ്താൽ എല്ലാം കൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പണ്ട് ഇങ്ങനെയായിരുന്നോ? പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. പണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതിപ്പോ ഒരു 4-5 വർഷമായിട്ട് ഇത് സ്ഥിരം പരിപാടിയാണ്. എന്ന് വെച്ചാല് അവിടെ ഇതിപ്പോ എന്റെ മീൻകുളമാണിത്. ഈ മീൻകുളമൊക്കെ പൊട്ടിയിട്ട് കംപ്ലീറ്റ് നിറച്ച് ഓവറായിട്ട് മീൻ കൃഷിയൊക്കെ നശിച്ചു പോലാണ് സാധാരണ പരിപാടി. ഇത് ഇപ്പൊ കഴിഞ്ഞ വർഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ തുടങ്ങിയെന്ന് ഇങ്ങനെ വരാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഇതിലൊരു റോഡുണ്ട്. ഒരു റോഡ് ഞങ്ങൾ വിട്ടുകൊടുത്തായിരുന്നു ഞങ്ങളുടെ ഈ സ്ഥലത്ത് കൂടെ. ആ റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കുറേ നടപ്പാലങ്ങൾ ഇതൊക്കെ വന്നപ്പോൾ ഈ ഓവറായിട്ട് വരുന്ന വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഇല്ലാതായിപ്പോയി. അങ്ങനെ ആ സൗകര്യത്തിന്റെ കുറവ് കൊണ്ടാണ് കംപ്ലീറ്റ് വെള്ളം തോട്ടുകൂടെ പോകേണ്ടതിന് പകരം മൊത്തം ഇങ്ങോട്ടേക്ക് കരകവിഞ്ഞ് ഒഴുകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കൃഷി എടുക്കാൻ പറ്റാത്ത രീതി തന്നെ ആയത്. ഇതൊക്കെ അങ്ങനെ ടൗണിൽ നിന്ന് വരുന്ന വേസ്റ്റുകളാണ്. ടൗണിൽ നിന്ന് വരുന്ന വെള്ളങ്ങളാണ്. ടൗണിൽ നിന്ന് വരുന്നത് വെച്ചാൽ 2-3 പുതുമഴ പെയ്യുമ്പോൾ ഈ ഏരിയയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. വാസന ഉണ്ട്. കറുത്ത കളറാണ് വെള്ളം. വേസ്റ്റ് നാളായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കുറച്ചൊരു 5-8 വർഷമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 5-8 വർഷം എന്താ വെച്ചാൽ ഈ റോഡ് വന്നതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മറ്റേ പുലിയുടെ ഇത് എവിടെയാ? പുലിയുടെ അത് അവിടെ വേസ്റ്റ് പഴയതിൻ്റെ ഉണ്ട്. അത് തലയൊട്ടിയൊക്കെ ഉണ്ട് അവിടെ. കാണാൻ പറ്റുമോ? അത് കാണാം. ഇവിടെ പോയി അത് കാണിച്ചു തരാം. ഇതൊക്കെ നല്ല ഇതൊക്കെ ഞങ്ങൾ പിന്നെ ഈ സൈമിൽ ഇത് നിറച്ച് പച്ചക്കറി വരുന്നത്. ഒരു മുഷ്ക് മണം ഉണ്ടല്ലോ ഇവിടെയൊക്കെ. ഒരു മുഷ്ക് മണം. അത് ഈ സമയത്തൊക്കെ ഞങ്ങളിതിൽ കംപ്ലീറ്റ് പച്ചക്കറി ഇടുന്നത്. പച്ചക്കറി, എള്ള്, കടുക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടുന്നതാ. ഇതിനകത്ത് വല്ല ചെളിയാണോ? ചെളിയില്ല ചെളി പറ്റി ധൈര്യമായിട്ട് വന്നോ. ലാബ്ഡോറിൻ്റെ ഇതാണ് ഇപ്പോൾ ഇത്. വേസ്റ്റ് തന്നിട്ട് ബാക്കിയുള്ള അവിടെ എന്നാ ഇപ്പം വരാം. എളുപ്പം വരാം. നല്ല മുഷ്ക് മണം ഉണ്ടല്ലേ? ഇതാ ഇത് ലാബ്ഡോറാ. ലാബാണ്. ലാബിനെ പിടിച്ച? ലാബിനെ പിടിച്ച് ഫസ്റ്റില്. പട്ടിയുടെ ഫോട്ടോ ഉണ്ടോ നിങ്ങളതിൽ? ഫോട്ടോ ഉണ്ട്. ഇതാ ഒന്നത് ഇത് ഇന്നലെ പിടിച്ച? അല്ലല്ല, ഇത് ഒരു 8-9 ദിവസം തന്നതിൻ്റെ ബാലൻസ് ഇവിടെ ഞങ്ങൾ ഇന്നലെ മെഞ്ഞാന്ന് വന്ന് പരിശോധിച്ചിട്ട് കണ്ടത്. അതായത് തലയൊട്ടി എടുക്കുന്നത്. ബാക്കിയുള്ളൊക്കെ അവശിഷ്ടങ്ങളൊക്കെ തിന്നു കഴിഞ്ഞു. മനസ്സിലാവൂലേ? ഇതാ പട്ടീനല്ലേ? ലാബിഡോ. അന്ന് നിങ്ങൾ തപ്പിപ്പോൾ ഇത് കിട്ടി കാണുകയല്ലേ? എന്നിട്ട് ഞങ്ങൾ കിട്ടിയില്ല. ഞങ്ങൾ അവർ പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ടോ മിക്കവാറും വയ്ക്കാൻ സാധ്യതയില്ല. ഇത് മൊത്തം തിന്ന് അത് രണ്ടാമതും വന്ന് തിന്ന് തീർത്തായിരിക്കും. അന്ന് കാൽപ്പാട് കിട്ടിയായിരുന്നല്ലേ? അന്ന് കാൽപ്പാടുണ്ടായിരുന്നു. അന്ന് വലിയ കാൽപ്പാടൊക്കെ അവർ കണ്ടായിരുന്നു. ആ പട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? എന്താ ഇത് തന്നെ ഞങ്ങൾ ഫോട്ടോ. നല്ലൊരു പട്ടിയില്ലേ? നല്ല രണ്ടും ലാബായിരുന്നു. അത് ലാബിന് ക്രോസ്. ഇത് ഒറിജിനൽ. ഇത് രണ്ടാമത്തെ എവിടെയാ കണ്ടേ? രണ്ടാമത്തെ ഇവിടെ തൊട്ട് തന്നെ അപ്പുറത്തല്ലേ? ഈ പ്രദേശം ഉണ്ട് കേട്ടോ. ഇതുണ്ട്. എങ്ങനെ പോകുന്നത്? അത് ഇന്നലെയും വന്നു. ഇന്നലെ വന്നാ? ഇതിൽ തന്നെയും പോവാം. ഇതിലും കയറിയാൽ മതി. കാണിച്ചിട്ട് അവശേഷങ്ങളൊക്കെ അവിടെ ഉണ്ട്. അല്ല, ഇന്നലെ വന്നെന്ന് എങ്ങനെ മനസ്സിലായേ? ഇന്നലെ വന്ന് ക്യാമറയിൽ ഉണ്ട്. ക്യാമറ ഇന്നലെ സ്ഥാപിച്ചിട്ട് പോയി രാവിലെ. അപ്പോൾ ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ അവിടെ തിന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ക്യാമറയിൽ കിട്ടിയില്ല. വലിയൊരു പുള്ളിപ്പുലിയാണ്. വലുതാ പുള്ളിപ്പുലിയാണ് സ്ഥിരീകരിച്ചു. വലിയ പുള്ളിയാണ് സ്ഥിരീകരിച്ചു. എന്നിട്ട് വലിയൊരു ഇതാണ്. ഒരു 2-3 ആഴ്ച മുന്നേ അല്ലേ ആ മുകളിൽ ഒരു വീടിൻ്റെ അവിടെ കയറിയ? അവിടെ ഒന്ന് കയറി ഒരു പട്ടീനെ കൊണ്ടേ. അവിടെ ഒന്ന് കയറി കൊന്നു. അത് ഇവിടെ ടൗണിൻ്റെ അടുത്തായിട്ട്.
ടൗണിൻ്റെ അടുത്തായിട്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. ആണല്ലേ? ഈ സാധനം ഈ പ്രദേശത്തുണ്ട് കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണം പോകുന്നത്. അതെ അതെ, ചിലപ്പോൾ മരത്തിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ത്തോട്ട് വീണേന്ന്. അത് ആ പുള്ളിമാനാ. ഇങ്ങോട്ട് വരി. പുള്ളിമാൻ കേട്ടോ, പട്ടാപ്പാവലും അതാ പോകുന്നു. അതാ പോകുന്നു. അവിടെ കയറി കയറി കയറി. ഇവിടെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ വരും. ഇങ്ങോട്ട് പോയി മാന. മാന 3 എണ്ണം പോയി. അവിടെ ഉണ്ടായിരുന്നു, അവിടെ കയറി പോയി. അല്ല പോട്ടെ. ഇപ്പോൾ അപ്പുറത്തെ റോട്ട് കയറി ഉണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്നു. അതാ ഇത് പകലും എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? പട്ടാപ്പകലും ഈ സാധനം ഉണ്ട്. അതാണ് ഇപ്പം അതിലൊക്കെ കയറിപ്പോയത്. ഓഹോ, ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇപ്പം നിങ്ങളൊന്നും കൃഷി ചെയ്യുന്നില്ല? ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സാധനം കിട്ടില്ല. പുള്ളിമാൻ എന്ന് പറഞ്ഞാൽ 10, 30, 40 വന്ന് മേയാണേ. മലമാൻ, പുള്ളിമാൻ. മാനൊക്കെ വരുമോ അല്ലേ? ആന ഇങ്ങോട്ട് കയറുന്നില്ല. ആന റെയിൽ ഫെൻസിങ് ഉള്ളതുകൊണ്ട് ആന ഇങ്ങോട്ട് വരുന്നില്ല. അല്ല മാനേ? മാന് ഫുൾ ടൈം ഇവിടെ തന്നെ. ദൃശ്യം തന്നെ കാണാം കേട്ടോ. വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് കാര്യങ്ങൾ കൃഷിക്കാരൊക്കെ ഒരു കൃഷിയും ചെയ്യുന്നില്ലല്ലേ? ഒരു കൃഷിയും ചെയ്യുന്നില്ലല്ലേ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതല്ലേ സ്ഥിതി. ഇതാണ് ഇതാ. ഓഹോ, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ക്യാമറ അതവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവർ ഇന്നും കൂടെ തിന്നാൻ വരുമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നാളെ ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇതിൽ ലാഭമായിരുന്നു. ഇതിൻ്റെ ക്രോസ് ആയി. ഇതിൻ്റെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ? അതിൻ്റെ ഫോട്ടോ മോൻ്റെ ഇതിലായിരുന്നു. പക്ഷേ അത് ഓനെ ആക്സിഡൻ്റായി മരിച്ചിട്ട് മൊബൈൽ നഷ്ടപ്പെട്ടു പോയി. അതിലായിരുന്നു മെയിനായിട്ട്. ഈ പ്രദേശം ഒന്നും അത്ര സേഫ് ഒന്നുമില്ല. ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ക്യാമറയിൽ അപ്പോൾ പുള്ളിപ്പുലിയാണ് സ്ഥിരീകരിച്ചല്ലേ? പുള്ളിപ്പുലിയാണ് സ്ഥിരീകരിച്ചവർ. അപ്പോൾ ഇന്നും കൂടെ അത് നോക്കിയിട്ട് പറയുന്നല്ലേ? നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നോക്കാം. കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. 2 ആഴ്ച കൊണ്ട് 2 പട്ടി പോലെ. ഇനി പട്ടിയില്ലല്ലോ? ഇല്ല, ഇനിയില്ല. ഇനി പട്ടിയില്ല ഇവിടെ. ഇനി ഈ പ്രദേശത്തെ വേറെ വീടുകളിലൊക്കെ ഉണ്ടോ പട്ടി? വീടുകളിലുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഇവിടെ ചേട്ടൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ട്. അതിനെ കടുവ പിടിച്ചിട്ടാണ് അതിനെ കൊന്നതായിരുന്നു. അന്നാണ് മറ്റേ ഇവിടെ കോളനിയിലൊരാളെ കടുവ പിടിച്ചിട്ട് ഒരു ഉന്നതിയിലൊരു സോമൻ എന്നിട്ടൊരു പയ്യനെ കടുവ പിടിച്ചിട്ട് കാലിൻ്റെ ഇവിടെ നിന്നൊക്കെ പൊളന്നിട്ട് മെഡിക്കൽ കോളേജിൽ കുറേ കാലം ഉണ്ടായിരുന്നു. അത് കടുവ സ്ഥിരീകരിച്ചതാ. അത് എല്ലാവരും സ്ഥിരീകരിച്ച് ഞങ്ങൾ. അതിപ്പോൾ ഏകദേശം ഒരു 3-4 വർഷം മുന്നേ നടന്നതാണ്. അത് ഇവിടെ തന്നെയാണ്. ഈ ഫോറസ്റ്റിൽ നിന്ന് വന്നത് തന്നെയാണ്. അത് തൊട്ടത് ഇവിടെ നിന്നാണ് സംഭവം നടന്നത്. ഏട്ടൻ്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന്. പിന്നെ പിടിച്ച ഉടനെ തന്നെ ഇവിടെ വേറെ മറ്റേ ഫെൻസിങ് ഇല്ല? അല്ല, റെയിൽ ഫെൻസിങ് മാത്രമേ ഉള്ളൂ. കറണ്ട് ഫെൻസിങ് ഒന്നുമില്ല. റെയിൽ ഫെൻസിങ് ആന മാത്രമേ കിടക്കാത്തുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും അതിനിപ്പോൾ ഈ റെയിൽ മൃഗങ്ങൾ കിടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടി ഇനിയിപ്പോൾ നമ്മുടെ നെറ്റ് കമ്പി അത് ഈ ഗ്യാപ്പുണ്ട്. റെയിൽ ഫെൻസിങ്ങിൻ്റെ ഇതിൽ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് കംപ്ലീറ്റ് അടക്കി ഇവിടുന്ന് മൂടക്കൊല്ലി വരെ റെഡിയാക്കാതെയും കണ്ട് ഇനിയിപ്പോൾ മൃഗശല്യം ഞങ്ങൾക്ക് കുറയില്ല. അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടെന്നില്ല. അങ്ങനെ ഓരോ ഇത് പിന്നെ ഗവൺമെന്റിലേക്കും പിന്നെ നഗരസഭയിലേക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫോറസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെ അവർ കണ്ടിട്ടില്ല. ഏതായാലും ഏരിയ കണ്ടില്ല. നല്ല കൃഷി ചെയ്യുന്ന നഞ്ചിയും പുഞ്ചിയും ചെയ്യുന്ന വയലേലകളാണ്. അതൊക്കെ പോയി. വയലുകളൊന്നും കൃഷി ചെയ്യാതെ ഒരു സാധനവും ഇല്ല. പശുവിനെ അവിടെ കെട്ടിയേക്കുന്നത്? പശുവിനൊക്കെ എന്തോ ഒരു ധൈര്യത്തിനുള്ളിൽ കെട്ടുന്നതിലേക്ക് വരുന്ന പശുവിനെ ഓരോ കെട്ടിക്കുന്നുണ്ട്. ഇത് ആൾക്കാരൊന്നും കേട്ടില്ല. പശുക്കളൊക്കെ ഉണ്ട്. ഇവിടെയാണ് സാധനം കിടക്കുന്നത്. ഇതാ ഓരോ ധൈര്യത്തിനെ കൊണ്ട് കെട്ടാന്നാ പറഞ്ഞത്. എന്നാലും പുല്ല് വരെ ഇതിലൊക്കെ പുൽകൃഷി ഉണ്ടായിരുന്ന. എനിക്ക് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ പുൽകൃഷി ചെയ്തിട്ട് പുല്ലൊന്നും വെക്കുന്നില്ല. ഈ പുള്ളിമാനും മലമാനൊക്കെ തിന്നിട്ട് കംപ്ലീറ്റ് ഇതിലൊക്കെ പുൽകൃഷിയായിരുന്നു. അതൊക്കെ പോയി. കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഇനി. ഒന്നാമത് ഇതിന് ഈ വന്യമൃഗശല്യം തീർക്കാതെ ഒരു കാരണവശാലും നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. നെൽകൃഷിയോ എന്ത് കൃഷിയും ചെയ്തിട്ട് പച്ചക്കറി വരെ വെക്കാൻ പറ്റില്ല. ഒരു കാന്താരി മുളക് വരെ നമുക്ക് കിട്ടുന്നില്ല. വീട്ടിൽ നട്ടിട്ട് കംപ്ലീറ്റ് തിന്നു പോവുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല, മുകളിൽ അവിടെ പുള്ളിമാൻ തോട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. പട്ടാപ്പകൽ പുള്ളിമാൻ കൂട്ടാൻ തോട്ടത്തിലാണ് ഇവിടെ. പിന്നെ എന്താ ഞങ്ങൾ ഇവിടെ പുലി തൊട്ടിപ്പുറത്തെ നമ്മൾ ചെല്ലുമ്പോൾ പുലി ആടി ഇറങ്ങി ഓടിയാലും അത്ഭുതം പറയാനൊന്നും ഒന്നും പറയാനില്ല. ഈ സമയത്ത് എപ്പോൾ പണി ഉണ്ടാവും. അങ്ങനെ ഒരു സന്ദർഭമാണ് ഈ ഏരിയ ഉണ്ടായിരിക്കുന്നത്. ചേട്ടൻ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന? ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ 1957 ജനിച്ച ആളാണ്. അന്നൊക്കെ അന്നൊന്നും ഇങ്ങനത്തെ ഒരു വിഷയമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പന്നിയൊക്കെ രാത്രിയോ ആന എന്തെങ്കിലും കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ആന വയലിറങ്ങി പോവല്ല എന്നുകൊണ്ട് യാതൊരു മൃഗശല്യമില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഇവിടെ നിൽക്കുകയല്ലോ? അത് കൃഷിയില്ല. ഇതിപ്പോൾ ഈ കൃഷി ചെയ്യാൻ
പിന്നെ നിർത്തിയിട്ട് ഇപ്പോൾ ഞങ്ങളൊരു 4-5 വർഷം ആയിട്ടുള്ളൂ അല്ലേ? ആയിട്ടുള്ളൂ. അതുവരെ ഞങ്ങൾ എല്ലാ കൃഷിയും ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും ഒരുപോലെ പറയുന്നത് ഒരു 5-8 വർഷത്തിനുള്ളിലാണ് ഏറ്റവും 5-8 കൂടുതൽ വർഷത്തിനുള്ളിലാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. അതെ. ഒന്നാമത് ഈ കുറേയൊക്കെ പിന്നെ അധികാരികളുടെ കുറേ കുഴപ്പങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വേറൊന്നുമല്ല. അവർ ശരിയായ രീതിയിലുള്ള ഈ ഫെൻസിങ് ഒക്കെ ശരിക്കിടുകയാണെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ചെയ്യുന്നത് ഓരോ വശത്ത് ക്ലിയറാക്കി ചെയ്തു പോയി കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ടേണായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ആർക്കും ഒരു ബുദ്ധിമുട്ട്, കൃഷിക്കാർക്ക് എന്ത് വേണം ചെയ്യാം, കൃഷി ചെയ്യാം. അത് സർക്കാരിനൊരു വരുമാനമായി. ഇപ്പം ഞങ്ങൾ വെറുതെ ഈ വയലിനും ഈ കരയ്ക്ക് വയലിനൊക്കെ വെറുതെ നികുതി അടിക്കാം. നികുതി ഇങ്ങനെ കൂടുക എന്നല്ലാതെ ഇങ്ങോട്ട് കർഷകർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നികുതികളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വേസ്റ്റ് വെള്ളം ഒഴുകിയും വരുന്നില്ല. പിന്നെ ഇത് ഇങ്ങനെ കണ്ടില്ലേ കവുങ്ങിൻ്റെ സ്ഥിതി നിങ്ങൾ നോക്കി. ഇതാണ് കവുങ്ങ്, തെങ്ങ്. ഇതൊക്കെ മണ്ട ചീശല. ഇത് മാനരച്ച് ഇതാക്കുന്ന മാനരച്ച് ഇതാക്കുന്നു. തൊലി കണ്ടോ, മാന അരക്കുന്നതാണ് ഇതൊക്കെ അങ്ങനെ. ഇതിന്റെ തൊലി മൊത്തം കളഞ്ഞ ഇതുണ്ടല്ലോ, ഇതൊരു കൊക്ക വലിയ മരം, ഒരുപാട് കായ ഉണ്ടാകുന്നു. ഈ മരത്തിന്റെ തൊലി ഒന്നുമില്ല, തൊലിയില്ല. പുള്ളിമാനും മലമാനും തൊലി വരച്ചിട്ട് ഇവിടെ മുതൽ താഴേക്കില്ല. അപ്പൊ ഇത് ഉണങ്ങി പോവില്ലേ? അതാ ഉണങ്ങിയതാ, മലയണ്ണാന്റെ പണിയാണ്. കായ ഉണ്ടല്ലോ കംപ്ലീറ്റ് തുറന്നിരിക്കുന്നല്ലോ. മലയണ്ണാൻ ഇട്ട് പറഞ്ഞേക്കോ അല്ലെ? മൊത്തം ഓട്ടേക്ക് ഇട്ടിരിക്കുന്നു. പിന്നെ ഇപ്പൊ മറ്റേ മൂളിക്കുരങ്ങല്ലേ നമ്മുടെ ആ മോങ്കരത്തെ ഒരു വെള്ളം, ഹനുമാൻ കുരങ്ങ്. ഹനുമാൻ കുരങ്ങ് അത് ഇവിടെ വരാൻ തുടങ്ങി. ഇതുവരെ ഫോറസ്റ്റിലായിരുന്നു. ഇപ്പൊ കാപ്പിത്തോട്ടങ്ങളിലൊക്കെ വന്നിട്ട് എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. 10-25-30 എണ്ണയ്ക്ക് ഓരോ സെറ്റായിട്ടാണ് വരുന്നത്. നമുക്ക് ഈ അപ്പുറത്തെ തോട്ടത്തിലേക്ക് പോയാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇത് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, നേരിട്ട് കണ്ടില്ല. ഇതാണ് സ്ഥിതി. ഇതേമാതിരി ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു, ഒരു 10-40 മരങ്ങളുണ്ടായിരുന്നു. എല്ലാം പോയി. കൃഷിഭവന്ന് തൈ തന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. അതെല്ലാം പോയി. ഇപ്പോൾ വിരലിലുണ്ടാകുന്ന മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മുകളിൽ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. 8-10 വർഷം മുന്നേ ഈ കുളത്തിൻ്റെ അവിടെ ഒരു ഏറുമാടം കെട്ടിയിരുന്നു. ഏറുമാടത്തിൽ രാത്രി കിടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 2-2:30 ആയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് ചാടി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മുഖം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു പുലീൻ്റെ രൂപത്തിലാണ് കണ്ടത്. ഞാൻ ചവിട്ടി താഴെ ഇട്ടതുകൊണ്ട് ഞാൻ അന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഞാൻ ഏറുമാടത്തിൻ്റെ താഴേക്ക് കുളത്തിലേക്ക് വീണുപോയി. എന്നിട്ട് അവിടെ നിന്ന് അത് ഓടിപ്പോവുക ചെയ്തത്. അത്രയും ഓരോ ബുദ്ധിമുട്ടുകൾ. അടുത്തെത്തി താഴത്തുനിന്ന് മുകളിലേക്ക് ചാടി മുകളിലേക്ക് കയറി. അതിപ്പോ ഒരു 10 വർഷം കഴിയും. സാഹസികമായ ജീവിതം അല്ലേ? ഒരുപാട് സാഹസികം ചെയ്തിട്ടാ. പിന്നെ ഏറുമാടത്തിന്റെ ആന വന്നിട്ട് ആന തുമ്പിക്ക് വേണ്ടി തട്ടുമ്പോൾ ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം ഇവിടുന്ന് തന്നെ. അന്ന് റെയിൽ ഫെൻസിങ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് രാത്രി മഴയൊക്കെ ആയിരുന്നു. തുമ്പിക്കൈ എടുത്തിട്ട് ആ മാടം പൊളിക്കാനുള്ള സംവിധാനം നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി നേരെ ഓടി വീട്ടിൽ കയറി കൊണ്ട് കഴിച്ചു. ഈ വയലിലായിരുന്നു അല്ലേ? ഈ വയലിലായിരുന്നു. അവിടെ തന്നെ ഇതിൻ്റെ അവിടെ അപ്പോൾ പൊട്ടി പൊളിഞ്ഞു പോയതാ. പിന്നെ ഒരു വർഷം അവിടെ പന്നീനെ ഓടിച്ചു വന്നൊരു കടുവ വന്നിട്ട് ആ സൈഡിൽ ഞാൻ അവിടെ ആ തെങ്ങിന് മുകളിലായിരുന്നു, ഒരു 10 അടി മുകളിലായിരുന്നു ഏറുമാടം കിട്ടിയിരുന്നു. ആ തെങ്ങിന് മുകളിൽ അത് ഇപ്പം ഇല്ല, പിടിച്ചു കളഞ്ഞു. അവർ ഏറുമാടത്ത് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴത്തുനിന്ന് ഇവിടുന്ന് ഒരു പന്നീനെ ഓടിച്ചുകൊണ്ടിട്ട് കടുവ ഇതിലിട്ടിട്ട് കടുവ അവിടെ നിന്ന് പന്നി ഇതിലേ പോയെന്നുള്ള പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. കടുവ കണ്ടു. ഞാൻ ലൈറ്റിൽ ശരിക്കും കണ്ടു. ടോർച്ച് ഉണ്ട്. ടോർച്ച് രാത്രി ഒരു 11 മണിയായിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു ഗത്യന്തരമില്ലാതെ ഞാൻ ഇറങ്ങി ഓടുകയും ചെയ്തത്. മാടത്തിന് മുകളിൽ നിന്ന് ചാടി ഓടുകയും ചെയ്ത്. ആ സമയത്തൊക്കെ വേറെ ആരാണെങ്കിൽ അവിടെ പോകാൻ കെട്ടി വീണു പോകും. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ. എന്തായാലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി തുടങ്ങി ഇപ്പം നമ്മുടെ ഈ ഏരിയ മൊത്തം. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, ഒരുപാട് ആൾക്കാർക്ക് ഈ അനുഭവം ഉണ്ട്. ബട്ടർഫ്രൂട്ടാ? ഇത് ബട്ടർഫ്രൂട്ട്. ഇത് ബട്ടർഫ്രൂട്ട് മലമാനും പുള്ളിമാനും വന്നിട്ട് കൊമ്പിട്ട് വരച്ചിട്ടും കടിച്ചു വരച്ച് തിന്നിട്ടും ഇവിടുന്ന് ഇവിടം വരെ തൊലി കംപ്ലീറ്റ് പോയിട്ട് ഒരു വിലകൽക്കനത്തിന് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ തൊലി. ആ തൊലി ഞാൻ എന്ത് ചെയ്തു, ഒരു പരീക്ഷണം എന്ന നിലയിൽ കുറച്ച് മണ്ണ് കുഴച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ഇത് ഇവിടുന്ന് ഇവിടം വരെ കംപ്ലീറ്റ് മൂടി വെച്ചതിന് ശേഷം ഇതേമാതിരിയുള്ള ഷീറ്റ് എടുത്ത് കെട്ടിയിട്ട് കയറുകൊണ്ട് ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് ഇവിടെ വെച്ചതാണ്. അതിനുശേഷം ഒന്ന് കിട്ടിയാൽ കിട്ടട്ടെന്ന് വെച്ച് നന്നായത്. പക്ഷെ എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് എൻ്റെ ഭാഗ്യം കൊണ്ട് ആ മരം പോയില്ല. ബട്ടർഫ്രൂട്ട്. ബട്ടർഫ്രൂട്ട് അത് രണ്ടാമത് തൊലി വന്ന് ഏകദേശം ഇവിടം വരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. എത്ര കാര്യമായിട്ടൊക്കെ ഒരുപാട് കാലം ഞാൻ ഇതിനെ സംരക്ഷിച്ച് കൊണ്ടുവന്ന സാധനമാണ്. എത്ര കാര്യമായിട്ടാണ് ഒരു കർഷകൻ ഒരു മരം സംരക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടോ? ചങ്ങലയാണിത്. എന്താണ് ആദ്യത്തെ ലാബിനെ ഞാൻ പറഞ്ഞു, ലാബ് അവന് കിട്ടിയ ചങ്ങല. ഈ ചങ്ങല അടക്കാണ് പൊട്ടിച്ചിട്ട് കൊണ്ടുപോയത്. ചങ്ങല ഇന്നലെ കിട്ടിയ ഇന്നലെയാണ് അവൻ്റെ ബോഡിൻ്റെ കഴുത്തിൽ കിട്ടായിരുന്നു. ഇതടക്കാണ് അവനെ കൊണ്ടുപോയത്. നമ്മൾ സ്വന്തം മക്കളെ മാതിരി വളർത്തിക്കൊണ്ടിരിക്കുന്ന ലാഭമായിരുന്നു. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സുകുമാരൻ. വന്യമൃഗ ശല്യം അല്ലാണ്ട് രൂക്ഷമായിട്ട് ഇപ്പം ഞങ്ങൾ കൃഷി തന്നെ ഒഴിവാക്കിയിരിക്കുക. വന്യമൃഗ ശല്യം ഒന്ന്, പിന്നെ ടൗണിൽ നിന്ന് വരുന്നതായ വെള്ളം കംപ്ലീറ്റ് നമ്മുടെ വയലിൽ കൂടി വരും.
അത് ഒക്ടോബർ മാസത്തിൽ പെയ്യുന്ന തുലാവർഷത്തിലാണ് കണ്ടമാനം വെള്ളം കയറുക. നെല്ലൊക്കെ കതിരാകുന്ന സമയത്ത്, ആ സമയത്ത് പിന്നെ അത് കംപ്ലീറ്റ് പതിരായി പോകും. ഇപ്പോൾ 3 വർഷമായി ഞാൻ കൃഷി നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കൃഷി എടുക്കാത്ത വർഷം ഈ 3 വർഷമാണ്. പണ്ടുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടുപോലെ ഒരു 10-50 വർഷത്തോളമായി കൃഷി തന്നെയാണ് നമ്മളെ. ഓക്കെ, ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇപ്പോൾ കൃഷി എടുക്കാനുള്ളൂ. ഈ വീടിൻ്റെ മുറ്റത്ത് നിന്നല്ല 2 പട്ടികളെ കൊണ്ടുപോയത്? അതെ, ആ വീടിൻ്റെ മുറ്റത്ത് നിന്നാണ്. ഒരു 15 ദിവസം മുന്നേ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയി, ഒന്നിൻ്റെ അപ്പുറത്തുനിന്ന് കൊണ്ടുപോയി. 2ൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തി. അവിടെ താഴെ കണ്ടു തന്നെ. അതെ അതെ, അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. പശുവൊക്കെ ഉണ്ടോ? അതെ, പശുവുണ്ട്. അതെ, പശുവുണ്ട്, തൊഴുത്തുണ്ട്, ഒരുവിധം സംവിധാനമേ ഉള്ളൂ. ഇപ്പം അതിൻ്റെ ശേഷം ഇപ്പം ഞാൻ പച്ച ഷീറ്റ് കെട്ടിയിട്ട് ഇങ്ങനെ മറയ്ക്കുന്നുണ്ട്. പിന്നെ രാത്രി ലൈറ്റ് ഇട്ട് വെക്കുന്നുണ്ട്. എന്നാലും ഇത് എപ്പോഴാണ് വരിക എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അതെ അതെ അതെ. കാരണം കാലത്ത് 4 മണിയാകുമ്പോൾ കറക്കാൻ ഇറങ്ങണം. അതെ അതെ, നിങ്ങൾക്ക് അതൊരു ഇതില്ലേ? അതെ, 4 മണിയാകുമ്പോൾ കറക്ക് കഴിഞ്ഞ് 5:30-6 മണിൻ്റെ ഉള്ളിൽ പാലിളക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ പുൽപ്പള്ളിയിൽ ഒരാളെ അതെ അതെ. ഇപ്പം ഇന്നലെ ഞാൻ പുൽപ്പള്ളി ഒരാളെ പിടിച്ചില്ലേ, വലിച്ചുകൊണ്ട് 800 മീറ്ററോളം ദൂരെ കൊണ്ടുപോയിട്ടാണ് തിന്നതെന്നൊക്കെ പറഞ്ഞു. 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ. അങ്ങനെയൊക്കെയാണ് സ്ഥിതി. അപ്പോൾ ഇതിപ്പം ഈ വെള്ളം മറിയുന്നതിന് വേണ്ടി ഒരു MP ഫണ്ട് അല്ല, ഇത് MLA-ൻ്റെ ഒരു ഇതിൽ ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം അതിൻ്റെ റെക്കോർഡ്സൊക്കെ റെഡിയായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു നല്ലൊരു എമൗണ്ട് വരുന്ന അത് തോടിൻ്റെ സൈഡിൽ നിന്ന് 2.5 മീറ്റർ പൊക്കത്തിൽ കെട്ടാൻ വേണ്ടി ഒരു സംവിധാനത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. അതിൻ്റെ പേപ്പേഴ്സൊക്കെ ശരിയായി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒക്കെ ശരിയായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൃഷി എടുക്കാൻ പറ്റും തോന്നുന്നു. ഈ വെള്ളം മറിച്ചിൻ്റെ കാര്യത്തിൽ നിൽക്കും. പിന്നെ മൃഗശല്യത്തിന് ഞങ്ങൾ പിന്നെ എന്തെങ്കിലും ഫെൻസിങ്ങോ അല്ലെങ്കിൽ നെറ്റ് ഇട്ടിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. എന്നാലും എത്രത്തോളം സക്സസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫെൻസിങ് കിട്ടാനും ഫെൻസിങ്ങിൻ്റെ മുകളിൽ കൂടിയാണ് പുള്ളിമാനൊക്കെ ചാടി. ഓരോ പ്രാവശ്യം കൃഷികൾക്ക് നിങ്ങൾക്ക് പുതിയ പുതിയ വെല്ലുവിളികളാണ്. അത് വെല്ലുവിളി ഇപ്പോൾ 5 വർഷമായിട്ട് 18-19 പ്രളയം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് കൃഷി നന്നായിട്ടില്ല. ഓരോ കൃഷിക്കൊരു 20,000 ഉറുപ്പ്യ മിനിമം നഷ്ടത്തിലാണ്. അത് കാരണം ഇപ്പം 3 വർഷമായി നിർത്തി. 3 വർഷം മുന്നേ നിർത്തി. അതിനുശേഷം ഇപ്പം മഴയുമില്ല. അതാ പറ്റിയത്. ആ കഴിഞ്ഞ 5 വർഷം, ആ പ്രളയം കഴിഞ്ഞിട്ട് ഒരു 3 വർഷം തുടർച്ചയായിട്ട് മഴ തന്നെയായിരുന്നല്ലോ. പിന്നെ ഇപ്പം അങ്ങനെ വെള്ളം കയറി ഇറങ്ങുന്ന ഒരു സമയം വളരെ കുറവാണ്. കൊല്ലത്തിൽ 1 പ്രാവശ്യമൊക്കെ വരുന്നുള്ളൂ. പിന്നെ അത് കാരണം ഇവിടെ എല്ലാവരും കൃഷി നിർത്തി. കാരണം 20ഓളം ഹെക്ടർ നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലമാണിത്. 90-ൽ 20ഓളം ഹെക്ടർ നെൽകൃഷി പിന്നെ കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്തിട്ട് എല്ലാവരും കൃഷി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാടശേഖരമാണ് ഇത്, കട്ടയാട് പാടശേഖരം. അതിപ്പോൾ പോയിട്ട് ഇപ്പോൾ 3 വർഷമായിട്ട് ഒരാൾ പോലും ഒരു കൃഷിയില്ല. കുറേയൊക്കെ വാഴ അത് ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ബാക്കി കുറേയൊക്കെ ധരിച്ചായി കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളേതായാലും ബത്തേരി ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടുള്ള കട്ടയാട് എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? രാജൻ. അപ്പോൾ രാജൻ ചേട്ടൻ്റെ 2 വളർത്തുനായകളെയാണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് പിടിച്ചുകൊണ്ട് പോയത്. ഒന്നൊരു ലാബും ഒന്നൊരു ലാബിൻ്റെ ക്രോസും. 2 എണ്ണത്തിൻ്റെയും ശരീരാവശിഷ്ടങ്ങൾ കിടക്കുന്നത് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇവർ കഴിഞ്ഞ ആഴ്ച ഒന്നും തപ്പിയപ്പോൾ അവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല. കാരണം ഇപ്പോൾ പറമ്പ് ആ രീതിയിലാണ്, ഒന്നും കൃഷി ചെയ്യാതെ അവർക്ക് ഇങ്ങനെ ഇടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ നായിനെ കൊണ്ടതിന് ശേഷം ഏതായാലും അവർ തപ്പിക്കഴിഞ്ഞപ്പോൾ ബോഡിയുടെ പാർട്സ് കണ്ടു. 2ൻ്റെയും കണ്ടു. ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോൾ അത് പുലിയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏതായാലും പുലിയും കടുവയും മറ്റ് ജീവികളൊക്കെ ആയിട്ട് ആളുകൾ ഇപ്പോൾ പൊറുതിമുട്ടി നിൽക്കുകയാണെന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. ദിവസേന ഇത്തരം സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പുൽപ്പള്ളി പ്രദേശത്ത് ഒരാളെ കടുവ വന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടാണ്. ഇതുപോലെ മനുഷ്യനും മൃഗങ്ങൾക്കൊക്കെ ഭീഷണിയായിക്കൊണ്ട് ഇങ്ങനെ വന്യജീവികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും. താങ്ക് യു.